അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ കടുത്ത നടപടികളുമായി ഡൽഹി സർക്കാർ. മുൻ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകളിലെ മുൻ നിയമനങ്ങൾ റദ്ദാക്കി. ഉദ്യോഗസ്ഥരുടൻ സ്വന്തം വകുപ്പുകളിൽ മടങ്ങിപ്പോകാൻ നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിയിട്ട് അധിക മണിക്കൂറായില്ല, നടപടികൾ തുടങ്ങിയോ? രേഖ ഗുപ്ത. ഹാഷ്മി, സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനകം തന്നെ കടുത്ത നടപടികളിലേക്ക് ഡൽഹിയിലെ പുതിയ സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ ഇറങ്ങിയ ഉത്തരവിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെയും മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകളിൽ മറ്റ് വകുപ്പുകളിൽ നിന്നും ഡെപ്യൂട്ടേഷനായി നിയമിച്ച ഉദ്യോഗസ്ഥരോട് ഉടൻ തന്നെ സ്വന്തം മാതൃ ഓഫീസിലേക്ക് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശമാണ് ഈ പുതിയ ഉത്തരവിൽ ഉള്ളത്. ഉടൻ തന്നെ പഴയ തങ്ങളുടെ യഥാർത്ഥ വകുപ്പുകളിൽ എത്തി റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഈ ഉത്തരവിലുള്ളത്. അതിൽ ഡാനിക്സ്, DSS, സ്റ്റെനോ കേഡർ ഒഴികെയുള്ള മറ്റ് മുഴുവൻ ഉദ്യോഗസ്ഥരോടും സ്വന്തം വകുപ്പുകളിലേക്ക് മടങ്ങിപ്പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 2 തീരുമാനങ്ങൾ എടുത്തിരുന്നു. അത് ഒന്ന്, ആയുഷ്മാൻ ഭാരത് പദ്ധതി ഡൽഹിയിൽ നടപ്പാക്കാനുള്ളതാണ്. കെജ്രിവാൾ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഏറ്റുമുട്ടലായിരുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഡൽഹി സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയുമായി ചേർന്ന് പോകുന്നതല്ല ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നായിരുന്നു കെജ്രിവാൾ മുന്നോട്ട് വച്ചിരുന്ന വാദം. ഇത് നടപ്പാക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നു. കൂടാതെ ഡൽഹി മദ്യനയ അഴിമതി അടക്കമുള്ള 14ഓളം CAG റിപ്പോർട്ടുകൾ വരുന്ന നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും എന്നും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും രേഖാ ഗുപ്ത സർക്കാർ നടപടികളിലേക്ക് കടക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 24 മണിക്കൂറിനകം തന്നെ വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി ഉത്തരവിലൂടെ.